ജി സുധാകരൻ മുന്നിലും പിണറായി പിന്നിലും. ജി സുധാകരൻ മുന്നിലും പിണറായി പിന്നിലുമാകുന്നു എന്നുള്ള വാർത്ത അതെങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷം എടുക്കുക, എങ്ങനെയാണ് CPM എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. CPM-ൽ ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ വരികയും സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ പോവുകയും ചെയ്യുന്നു. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മുന്നിൽ, ധർമ്മടത്ത് പിണറായി വിജയൻ. ഈ ലീഡ് നില തന്നെയാണ് റിസൾട്ടിൽ പ്രതിഫലിക്കുന്നതെങ്കിൽ ഒരു തരത്തിലും ന്യായീകരിക്കാനോ എന്തെങ്കിലും തരത്തിൽ വിശദീകരിക്കാനോ പാർട്ടിക്ക് സാധിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഭരണവിരുദ്ധ വികാരം എന്നത് വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രിയും ഒരു ഡസനിൽ ലീഡ് മാറ്റണം. ഇതല്ല 2500 വോട്ടിന് പിന്നിലാണ് പിണറായി വിജയൻ. 2523 വോട്ടിന് പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിട്ട് നിൽക്കുകയാണ്. ഇതൊരു ഭരണവിരുദ്ധ വികാരം എന്നതിലേക്ക് ഒതുക്കാൻ പക്ഷേ ചിറ്റൂരിൽ അപ്രതീക്ഷിതമായി LDF സ്ഥാനാർത്ഥി V മുരുകദാസ് 282 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലായിരിക്കുന്നു. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ പിന്നിലാവുന്നു. ചിറ്റൂരിൽ ലീഡ് തിരിച്ചുപിടിക്കുന്നു LDF. കളമശ്ശേരിയിൽ UDF ലീഡ് 760 കുറയുന്നു. കളമശ്ശേരിയിൽ UDF-ന്റെ ലീഡ് 760 കുറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഥ മാറുന്നു. വൈപ്പിനിൽ LDF-ന്റെ തിരിച്ചുവരവ് 1243 വോട്ടുകൾക്ക് 1243 വോട്ടുകൾക്ക് വടകരയിൽ KK രമ ലീഡ് ഉയർത്തുകയാണ്. പ്രേക്ഷകരെ, കൊടുങ്ങല്ലൂരിലും LDF-ന്റെ തിരിച്ചുവരവ് കഥ മാറുന്നു. സൂപ്പർ ടെസ്റ്റ് വീണ്ടും കൊടുങ്ങല്ലൂരിൽ തിരിച്ചുവരുന്നു. കൊടുങ്ങല്ലൂരിൽ ജലീഷ് പിന്നിലാവുന്നു. കൊടുങ്ങല്ലൂരിലും LDF-ന്റെ തിരിച്ചുവരവ്. കൊടുങ്ങല്ലൂരിൽ തിരിച്ചുവരുന്നു, വൈപ്പിനിൽ തിരിച്ചുവരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഇതാ തലശ്ശേരിയിൽ LDF 9165 വോട്ട്. 1576 വോട്ടുകൾക്ക് ജി സുധാകരൻ മുന്നിലാണ്. പുന്നപ്രയിലും പുറക്കാടുമാണ് ഇപ്പോൾ ഇടത് ക്യാമ്പ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാലായിൽ നടക്കുന്നത്. അവിടെ UDF തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. 3400. തോമസ് ഉണ്ണിയാടൻ 1197 ലീഡ് ചെയ്യുന്നു. തോമസ് ഉണ്ണിയാടൻ ഏറെ നേരമായി ലീഡ് എടുത്ത് പോകുന്നു. ഒരു സമയത്ത് പോലും മന്ത്രി ആർ ബിന്ദുവിന് ഇരിങ്ങാലക്കുടയിൽ ലീഡ് കിട്ടിയിരുന്നില്ല. തോമസ് ഉണ്ണിയാടന്റെ ലീഡാണ്. അപ്രതീക്ഷിതമായി കോട്ടകൊത്തളങ്ങൾ ഇളക്കിയെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവിന്റെ സൂചന. തലശ്ശേരിയാണ് പ്രധാനം. തലശ്ശേരിയിൽ 9000 പാലയിൽ 800 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. 800 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. മണലൂരിൽ 22 വോട്ടുകൾക്ക് വീണ്ടും തിരിച്ചുവരവിന്റെ തിരിച്ചുവരവിന്റെ സൂചനകൾ കാണുന്നു. ഫീൽഡിൽ നിന്ന്, മണലൂരിൽ നിന്ന് അവിടെ TN പ്രതാപൻ പിന്നിലായിരിക്കും. 470 വോട്ടുകൾക്ക് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂർ മണ്ഡലത്തിൽ പിന്നിലാവുകയും രമേശ് ചെന്നിത്തല 4070 വോട്ടുകൾക്ക് രമേശ് ചെന്നിത്തല ഹരിപ്പാട് മുന്നിലാവുകയും ചെയ്യുന്നു. രമേശ് ചെന്നിത്തല മുന്നിൽ, പറവൂരിൽ VD സതീശൻ പിന്നിൽ. 91ലേക്ക് കുറഞ്ഞിരിക്കുകയാണ് UDF-ന്റെ ലീഡ്. 45 LDF നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു.